ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ലോണിനെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ ഇതിനു മുമ്പ് എഡ്യൂക്കേഷൻ ലോണിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അധികം പേരും ആ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ ലോൺ അവിടെ നമുക്ക് പുറത്ത് അബ്രോഡ് പോയി പഠിക്കാനാണെങ്കിൽ എടുക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അതായത് എഡ്യൂക്കേഷൻ ലോൺ പിന്നീട് നമുക്കൊരു ബാധ്യതയാവാണ്ട് എങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമെന്ന് ഉറപ്പ് വരുത്താം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാളിപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളുടെ കോളേജിൻ്റെ അഫിലിയേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജ് നമ്മുടെ LBS അല്ലെങ്കിൽ അങ്ങനെ INC അപ്രൂവ്ഡ് ആണെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ. ഇത് മെയിനായിട്ട് പറയുന്നത് ബാംഗ്ലൂർ പോലെ പുറത്ത് അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ പോലെ പുറത്ത്, കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിനകത്ത് എവിടെ ആയാലും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ INCയുടെ അപ്രൂവൽ അല്ലെങ്കിൽ അഫിലിയേഷനുള്ള കോളേജാണെന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സ്റ്റുഡൻസ് ഈ സ്കാമിനൊക്കെ നിങ്ങൾ വരുന്നുണ്ട്. കാരണം അവർ കോളേജ് നല്ല കോളേജാണ് അങ്ങനെ ഇങ്ങനെ ഏജൻസിമാരൊക്കെ പറയുന്നത് കേട്ടിട്ട് അവരെന്ത് ചെയ്യും, പോയിട്ട് അഡ്മിഷൻ എടുക്കും. അഡ്മിഷൻ എടുത്ത് കുറച്ച് കഴിയുന്ന സമയത്താണ് ഇവരറിയുന്നത് എന്ത് കോളേജിന് അഫിലിയേഷൻ ഇല്ലയെന്ന്. അങ്ങനെ ഇഷ്യൂസ് വന്നാൽ അവരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ കിട്ടില്ല, എഡ്യൂക്കേഷൻ ലോണും കിട്ടില്ല. പിന്നത്തെ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, നിങ്ങളുടെ എല്ലാ സെമ്മിലും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ എക്സാംസും നിങ്ങൾ പാസ്സാവണം. യൂണിവേഴ്സിറ്റി എക്സാം ഒരു എക്സാമിലും നിങ്ങൾക്ക് സപ്ലി വരാൻ പാടില്ല. അഥവാ എങ്ങാനും സപ്ലി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ചിട്ട് നിങ്ങളുടെ ആ ലോൺ എന്ത് ചെയ്യാം, കട്ടായി പോകും. പിന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടത്തില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാം, പഠിക്കുന്ന കാര്യങ്ങൾ നല്ല മാക്സിമം നല്ല മാർക്ക് തന്നെ, അതായത് 50% മുകളിൽ മാർക്കോട് കൂടിയിട്ട് നിങ്ങൾ പാസ്സായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോണിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടത്തുള്ളൂ. പിന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പലിശയും കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബാങ്കിനും അനുസരിച്ചായിരിക്കും ഓരോ പലിശ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന ലോൺ, എഡ്യൂക്കേഷൻ ലോൺ തന്നെ പല ടൈപ്പ് ലോൺസ് വരുന്നുണ്ട്. ജനസമൃദ്ധി പോർട്ടൽ അല്ലെങ്കിൽ വിദ്യാലക്ഷ്മി പോർട്ടൽ, ഇതിൽ ഏത് പോർട്ടൽ വഴി എടുക്കാനും രണ്ടും ഏകദേശം ഒന്നാണ്. ഏത് വഴി നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിലും ഓരോ ബാങ്ക്സ് ആണ് അതിൽ പലിശ പറയുന്നത്. അപ്പോൾ ആ ബാങ്കിനനുസരിച്ച് എന്ത് വരത്തുള്ളൂ, പലിശയും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറയുന്നത്. കാരണം കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഓരോ ബാങ്കിന് ബേസ് ചെയ്തിട്ടിരിക്കും. പിന്നെ ഓരോ കോഴ്സ് പറഞ്ഞിട്ട് ഈ കോഴ്സിന് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ പറ്റുമോ, അബ്രോഡ് പോകുമ്പോൾ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യത്തിന് നിങ്ങളുടെ ആൻസറായിട്ട് പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എടുക്കുന്ന കോളേജിൻ്റെ അഫിലിയേഷൻ അല്ലെങ്കിൽ കോളേജിൻ്റെ ഒരു സ്റ്റാറ്റസ് ബാക്കി കോളേജിനെ വെച്ച് നോക്കുമ്പോൾ ആ കോളേജിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങളുടെ കോളേജിൻ്റെ റാങ്ക് എന്താണോ, നിങ്ങളുടെ കോളേജിനെ പറ്റിയിട്ടുള്ള റിവ്യൂസ് എന്താണോ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് കിട്ടുന്നത്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്നത്. പിന്നെന്ന് പറയുന്ന കാര്യം, നിങ്ങളുടെ കോളേജിൻ്റെ അഫിലിയേഷൻ, നിങ്ങൾ എടുത്തേക്കുന്ന കോഴ്സ് ഏതാണ്. അതായത് നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും ബാങ്കുകാർക്ക് ഒരു ഉറപ്പ് വേണം. അതായത് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻറ്റിന് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിന് ഭാവിയിൽ ജോലി കിട്ടും, ജോലി കിട്ടിയിട്ട് ഈ ലോണ് തിരിച്ചടക്കാൻ പറ്റും, അങ്ങനൊരു വിശ്വാസം ഈ എന്തിനുണ്ടായിരിക്കണം, ഈ എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ ഈ ബാങ്ക്സിന് തോന്നിയിരിക്കണം. എന്നാൽ മാത്രമേ അവർ ആ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ ലോൺ എന്താക്കി കൊടുക്കുള്ളൂ, സാങ്ഷൻ ചെയ്ത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള കോഴ്സ്, നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സിനെ പറ്റി ആദ്യം എല്ലാ ഡീറ്റെയിൽസും ശേഖരിച്ചിട്ട് ആ കോഴ്സിന് ലോൺ എടുക്കാൻ പറ്റുമെന്ന് വിദ്യാലക്ഷ്മി പോർട്ടലോ അല്ലെങ്കിൽ ജനസമൃദ്ധി പോർട്ടലോ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എത്രത്തോളം കാലം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കോഴ്സിൻ്റെ കാലാവധി എത്രയാണോ അതിനനുസരിച്ചാണ് കിട്ടുന്നത്. നിങ്ങൾ എത്ര എമൗണ്ട് കൊടുക്കുക. അതിപ്പോൾ ഞാൻ BSc നഴ്സിംഗ് ആണ്. ഇപ്പോൾ BSc നഴ്സിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ 4 വർഷത്തെ കോഴ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 4 വർഷത്തിന് 4 ടൈപ്പായിട്ടല്ലേ നമ്മൾ ഫീസ് അടക്കുന്നത്. ഫസ്റ്റത്തെ ഫീസ് എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് എടുത്താവും നമ്മൾ അടയ്ക്കുന്നത്. എന്നാലും നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അഡ്മിഷൻ കിട്ടിയാലേ നമുക്ക് എന്തിട്ടുള്ളൂ, നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത്രയും ലോൺ എടുക്കുന്നത്. പിന്നെ ലോൺ എടുക്കുമ്പോൾ 4 ലക്ഷമാണ് ടോട്ടലി പറയുന്നത്. അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ആധാരമോ കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ആധാരമൊന്നും വെക്കാണ്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 4 ലക്ഷത്തിൽ കുറഞ്ഞിട്ട് 4 ലക്ഷത്തിനകത്ത് വരുന്ന ഒരു എമൗണ്ട് വേണം ഫിക്സ് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട് അവിടെ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പേപ്പർ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ 4 ലക്ഷമാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എഡ്യൂക്കേഷൻ ലോണായിട്ട് 4 ലക്ഷമാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ഈ 4 ലക്ഷത്തിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും.
ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വർഷം 1 ലക്ഷം, അടുത്ത വർഷം 1 ലക്ഷം, അങ്ങനെ 4 വർഷം ടോട്ടലി 4 ലക്ഷം കിട്ടും. ഓരോ വർഷം 1 ലക്ഷം വീതം. അങ്ങനെയാണ് നമുക്ക് അവർ. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കുന്ന ആ എമൗണ്ടിന് നമ്മുടെ കോഴ്സ് കാലാവധി എത്രയാണോ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് അവർ തരുന്നത്. ഇപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് കയ്യിൽ നിന്നിട്ട് അടക്കുകയാണെങ്കിലും അവരെന്ത് ചെയ്യും, ആ എമൗണ്ട് നമ്മൾ ലോണായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് ഇയറിൽ ബാങ്കിൽ നിന്ന് തരാനുള്ള 1 ലക്ഷം അവരെന്ത് ചെയ്യും, ഡയറക്റ്റ്ലി നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരും. അതാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ എമൗണ്ട് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം, നിങ്ങളുടെ കോഴ്സിൻ്റെ കാലാവധി അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വർഷം എത്ര കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കണം. അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ അറിയൂല, അപ്പോൾ അവർ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ 4 അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് കാലാവധി അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇപ്പോൾ ഈ 4 വർഷത്തിന് ഇത്ര രൂപ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ വരുന്ന പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഒരു വർഷത്തിൽ തന്നെ ഇത്ര എമൗണ്ട് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ 1.5 ലക്ഷം 1.5 ലക്ഷം ഫീസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, ട്യൂഷനും ഹോസ്റ്റലും കൂടെ. അപ്പോൾ രണ്ടും കൂടെ ഇത്ര ഫീസ് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റത്തെ ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വർഷത്തെ ഫീസ് അവർ 1 ലക്ഷം ഇട്ട് തരത്തുള്ളൂ. ബാക്കി 50,000 എന്ത് ചെയ്യണം, അവരുടെ കയ്യിൽ നിന്ന് ഇടണം. അപ്പോൾ അത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും. ഇപ്പോൾ കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ ഇഷ്യൂസൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. പിന്നെ ഇപ്പോൾ ബാങ്കിന് എന്ത് കാര്യം സംശയം വന്നാലും കറക്റ്റ് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം എന്ത് തീരുമാനം എടുക്കാൻ. അത് ചാടിക്കയറി ഒന്നും ഓക്കെ അങ്ങനെ മതി ഇങ്ങനെ മതി എന്ന് പറയരുത്. അവരെന്ത് പറയുമ്പോഴും ശ്രദ്ധിച്ച് കേട്ട് സംശയം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം തീരുമാനം എടുക്കാൻ. എന്നിട്ട് ലോണിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞ് ഏത് ടൈപ്പ് ലോണാണ് നല്ലത്, എങ്ങനത്തെ ലോൺ എടുക്കാമെന്നൊക്കെ ചോദിക്കാം. ജനസമൃദ്ധിയിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലും നിങ്ങൾക്ക് കിട്ടും, വിദ്യാലക്ഷ്മിയിലോ ജനസമൃദ്ധിയിലോ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിടുകയും ചെയ്യാം ബാങ്കിൽ. എന്നിട്ട് നിയർ ബൈ ബാങ്കിൽ പോയിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ ലോൺ എടുക്കുന്ന സ്റ്റുഡൻസ് ഒരിക്കലും എക്സാമിന് സപ്ലി വരിക അല്ലെങ്കിൽ ഫെയിൽ ആവുക ചെയ്യരുത്. ഫെയിലായാൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോൺ അല്ലെങ്കിൽ എമൗണ്ട് കട്ടായിട്ട് പോകാം. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ലോൺ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടില്ല. അവിടെ വെച്ച് നിങ്ങളുടെ ലോൺ സ്റ്റോപ്പായിട്ട് പോകും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ബാങ്കിൽ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ക്ലിയർ ചെയ്തിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ ഓക്കെ.